ക്യാബേജ്, ക്യാരറ്റ്, കുട്ടികളായിരിക്കും. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനിൽ എത്തിയിരിക്കുന്നത്. റോസ് ഗാർഡൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ കാറിന് 100 രൂപയും പിന്നെ ഇവിടെ ആളിന് 75 രൂപയും. മൊത്തം ഇപ്പോൾ കാറിൽ വരികയാണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. എന്തായാലും നമുക്ക് റോസ് ഗാർഡനിലെ കാഴ്ചകൾ കാണാം. ഒരാൾക്ക് ടിക്കറ്റ് 75 രൂപ കേട്ടോ. ഗാർഡൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ലോണും എൻട്രൻസ് ആണ്. ജസ്റ്റ് ഒന്നുള്ള അത്ര ഉള്ള എന്തായാലും പോയി നോക്കാം. വേണ്ട വേണ്ട ഏട്ടാ, നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇടയ്ക്ക് വന്ന് ചോദിക്കും. വലിയ വലിയ ഊട്ടി റോസ് എന്ന് പറയുന്നില്ല, വലിയ വലിയ റോസാണ്. എന്താ സംഭവം എന്നറിയില്ല. ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും. വലുതാണോ എന്നറിയില്ല. ഊട്ടി റോസ് ഗാർഡൻ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല റെയറായിട്ടുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റും. എൻ്റെ ഇത് നോക്കി വലിയ പൂ, എൻ്റെ കൈയിനേക്കാളും വലുപ്പത്തിൽ. അവിടെ തൊടാനൊന്നും പറ്റില്ല. ഇത് നോക്കിക്കേ പൂ. ഈ ഒരു സൈഡ് റോസ് ചെടികളും ഈ സൈഡ് ലോണും ആ സൈഡ് പിന്നെയും ചെടികൾ. അത്യാവശ്യം ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് റെയർ വെറൈറ്റീസും. നമുക്ക് അതിനെ പറ്റി അറിയുന്നവർക്ക് അടിപൊളിയാണ്. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലിന് നല്ല ചൂടും. ക്ലൈമറ്റ് ടെമ്പറേച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ കമ്മിയാണ്. കൊലച്ച് നിൽക്കുക കേട്ടാ. എത്ര എണ്ണം ഉണ്ടോ? 5-8 എണ്ണം ഉണ്ടോ? പൂവും വയലറ്റ്, തണ്ടും വയലറ്റ്. അടിപൊളി റോസ് അല്ലേ? അങ്ങനെ ഇഷ്ടം പോലെ റോസ് പൂവിൻ്റെ വെറൈറ്റീസ്, വെറൈറ്റി കളറിൽ ഒരുപാട് തരം പൂക്കളുണ്ട് കേട്ടോ. കണ്ടു മതിയാവും, അത്രയും ഉണ്ട്. 2 സൈഡിലും റോസാപ്പൂക്കളായിട്ട്. ഇതൊരു മലഞ്ചെരുവ് കേട്ടോ. ഇങ്ങനെ മലയുടെ ചുറ്റും റോസാ ചെടികൾ വെച്ചിരിക്കുക. അത് താഴത്തും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. വണ്ടി ഉള്ളിൽ പോയിട്ട് വരുന്നുണ്ട്. നമ്മളൊരു വർഷത്തൂടെ പോയി ഇനി ഇങ്ങനെ ഇറങ്ങി വരാൻ. അവിടെയുണ്ട് കുറേ ചെടികൾ. ഫ്ലവർ ഷോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതാ ഊട്ടി പട്ടണത്തിൻ്റെ വേറൊരു വ്യൂ. എന്ത് ഭംഗിയാ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ തണ്ടുകളാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. ഇനി അത് വരണം. ഇവിടെ പനിനീർ. ആദ്യമൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ എല്ലാവരും റോസാപ്പൂക്കളെ കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് മതിയായിട്ട് ഇങ്ങനെ സൈഡിലിരിക്കും. പിന്നെ റോസാപ്പൂ കണ്ട് ബോറടിച്ചിരിക്കും. ഇത് കണ്ടില്ലേ, ഒരു നീലപ്പൂ, അടിപൊളിയായിട്ടില്ലേ. ഇതിൻ്റെ ഒരു വെള്ള വെറൈറ്റി ഞാൻ അപ്പുറത്ത് കണ്ടിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കി, ഈ മലഞ്ചെരുവിൽ ഇങ്ങനെ ആ ഒരു സീനറിക്ക് വ്യൂ ആട്ടോ. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയ. ഇത് കണ്ടില്ലേ, അപ്പോഴേ നീല കണ്ടില്ലേ, അതിൻ്റെ വെള്ള വെറൈറ്റി. എന്ത് രസമല്ലേ. ഇത് റോസാപ്പൂ എന്നല്ല കേട്ടോ, വേറൊരു പൂവാ. നല്ല രസമുണ്ട്. താഴെ ഒരു തടാകം പോലെയും പിന്നെയും താഴോട്ട് ആ താഴ്വാരങ്ങളാണ്. ലോണും എല്ലാം പിടിപ്പിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ. ആര് വന്നാലും അവരുടെ ഫോട്ടോ എടുത്ത് അപ്പുറത്തന്നെ പ്രിൻ്റ് എടുത്തും തരും. സെറ്റപ്പല്ലേ. ഇവിടെ ഒരു ഫൗണ്ടെയിനും കുറച്ച് റോസാപ്പൂക്കളും പിന്നെ ഓരോരോ ഷേപ്പിലായിട്ട് ചെടികൾ വെച്ചതാണ്. നമ്മളൊരു അറ്റെത്തി കേട്ടോ, റോസ് ഗാർഡൻ്റെ വേറൊരു അറ്റെത്തി. താഴെ ഓട്ടുവരകൾ കണ്ടില്ലേ, ചെറിയ ചെറിയ ഓടുകൾ, പലക പോലെയുള്ള ചെറിയ ഓടുകൾ അടുക്കി വെച്ചിട്ടാണ് കേട്ടോ അവരിങ്ങനെ കെട്ടിയിരിക്കുന്ന വീടുകൾ ഇവിടെ. പിന്നെ കുറച്ചങ്ങോട്ട് പോകണമെങ്കിൽ RC വീടുകളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. ടെറസ് ഫാമിംഗ് പോലെ തന്നെ വീടുകളും ടെറസ് രൂപത്തിൽ ഇങ്ങനെ അടുക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്.
ഇത്രയൊക്കെയാണ് റോസ് ഗാർഡൻ്റെ കാഴ്ചകൾ. റോസാപ്പൂക്കളും അതുപോലെ ഫ്ലവറിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാവുന്ന ഒരു ഓപ്ഷനാണ്. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് റോസ് ഗാർഡൻ്റെ കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ, ബൈ ബൈ. ടീഷർട്ട് എടുത്ത് ഞാൻ